ഒരാളായിട്ടാണോ ഒരു കൂട്ടം ആളുകൾ എങ്ങനെയാണോ? ഒരാളായിട്ട് വന്നിട്ടുണ്ട്, പിന്നെ 2-3 പേരായിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. അവർക്ക് സെൽഫി വേണം, ഒരു കാപ്പി കുടിക്കണം, അത്രേ ഉള്ളൂ. സെൽഫി ഫോട്ടോ എടുത്തിട്ട് പോകും. ഓക്കെ. എന്നിട്ട് അവിടെ സ്പോട്ടിലൊക്കെ വെച്ച് പാട്ട് പാടിച്ച അവസരങ്ങളുണ്ടോ? ഇല്ല. സ്പോട്ട് ഞാനിങ്ങനെ സ്പോട്ടിൽ അങ്ങനെ ഒന്നുമില്ല, അല്ലാണ്ട് വന്നിട്ട് ഫോട്ടോ എടുത്തു സംസാരിച്ചിട്ട്. മോളോട് അങ്ങനെ അടുത്ത് വന്നിട്ട് മോളെ പെട്ടെന്ന് ഒരു പാട്ട് പാടുമോ അങ്ങനെയൊക്കെ ആരാധനയോട് പറയുന്നതാണോ? അങ്ങനെ കുറേ പേര് പറയും. ഓക്കെ. അത് ഏത് സ്ഥലത്താണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്, ഒരു പാട്ട് പാടി തരുമോ എന്നൊക്കെ ചോദിക്കും. അത്രയും നമ്മുടെ സ്റ്റാഫ് സിംഗറെല്ലാം അത്രയും കാണുന്ന ആൾക്കാരെ അങ്ങനെ ചോദിക്കുള്ളൂ. അപ്പൊ നമുക്ക് പാടാനും ഭയങ്കര താല്പര്യമായിരിക്കും. ഓക്കെ. അങ്ങനത്തെ ഒരു മൊമെന്റ് ഓർമ്മയുണ്ടോ? അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് ഒരാൾ വന്നിട്ട് എനിക്ക് ഞാൻ ഭയങ്കര ഫാനാണ്, ഒരു പാട്ട് പാടി തരുമോ എന്നൊക്കെ പറഞ്ഞ മൊമെന്റുകളുണ്ടോ? ഇന്ന് മെർമെയ്ഡിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങള് ട്രെയിനിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയപ്പോ ഒരു ആന്റി ഓടി വന്നിട്ട് പറഞ്ഞു, ഒരു 2 വരി പാടിത്തരുമോ എന്നെല്ലാം ചോദിച്ചു. അപ്പൊ ഞാൻ പാടിയെല്ലാം കൊടുത്തു. അങ്ങനെ കൊറേ അങ്ങനെ. മോളെ സത്യം പറഞ്ഞ ആളുകളുടെ ഒരു ഭയങ്കര ഈ ജമ്മായിട്ടും അല്ലെങ്കിൽ ഭയങ്കര റയർ ആയിട്ടുള്ള ഒരാളൊക്കെ ആയിട്ടാ കരുതുന്നേ. അപ്പൊ ആളുകൾ പറയോ, ആരെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ കുറെ നല്ല മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ഒരിക്കലും അഹങ്കാരം എന്ന് പറയുന്ന കാര്യം ഉണ്ടാവരുത്, അങ്ങനെയൊക്കെ ഉപദേശിക്കുന്നവരുണ്ടോ? അത് ഓൾവേസ് എന്റെ അച്ഛൻ എപ്പം പറയും. പണ്ട് എന്നോട് പറയുന്നതാണ് നമ്മള് സിംപ്ലിസിറ്റി ചിത്രാമ്മയെ കണ്ടിട്ട് പഠിക്കണം എന്നുള്ളത് പണ്ട്. പിന്നെ ഇപ്പം പറയും. ഞാൻ ചിലപ്പോ ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ ഞാൻ ചിലപ്പോ ദൂരെയാണെങ്കിൽ എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. അച്ഛൻ പറയും, അല്ല അവരെ വിളിച്ച് ഓരോട് ചിരിക്കണം, അങ്ങനെയൊന്നും പറയും. റിയാലിറ്റി ഷോ ജേർണി തുടങ്ങിയതിനു ശേഷം ബാക്കി ഇപ്പോ കൃഷ്ണയുടെ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ മിസ് ചെയ്യും ആളും കൂടി ഉണ്ടാവും. ചിലപ്പോ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പറ്റാതില്ല, അല്ലെങ്കിൽ പ്രൈവസി കുറെ നഷ്ടപ്പെടും. ചിലപ്പോ ഇപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് കുറെ ആൾക്കാർ ഓടി വരും. ഈ പറഞ്ഞ പോലെ കുട്ടികള് സ്വന്തം പ്രായമുള്ള ഫ്രണ്ട്സുമായിട്ടുള്ള സമയം മിസ്സാവും. ഇതൊക്കെ വിഷമം ഉണ്ടാക്കാറുണ്ടോ? അതെ, എനിക്ക് ഏറ്റവും മിസ്സായത് എന്റെ സ്കൂൾ ഡേയ്സ് ആണ്. എനിക്ക് ഒട്ടും സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല. ഒരു 6th സ്റ്റാൻഡേർഡ് മുതലേ എനിക്ക് റിയാലിറ്റിയിൽ ഇങ്ങനെ ആയത്. അപ്പൊ ഓരോ റിയാലിറ്റി കഴിയുമ്പോൾ വിചാരിക്കും, ഇല്ല ഇനി ഞാൻ റിയാലിറ്റിയിലൊന്നും പോലെ എനിക്ക് ഇനി സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമുക്കത് പറ്റില്ല. വീണ്ടും നെക്സ്റ്റ് റിയാലിറ്റി കാണുമ്പോൾ ഇതിന് പോണം. സ്റ്റാർസിംഗിൽ പിന്നെ എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു. ഏഷ്യനെറ്റ് എന്ന് പറയുന്നത് ഭയങ്കര വലിയ പ്ലാറ്റ്ഫോം ആണല്ലോ. ഏഷ്യനെറ്റിൽ എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും പോണം. അപ്പൊ നിങ്ങളുടെ ഞാൻ കുറച്ച് ഫേവറേറ്റ് ആയിട്ട് പാട്ടുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഓരോ പാട്ടിനും എന്തൊക്കെ നടന്നു കുറച്ചൊക്കെ ഞാൻ പാടിച്ചിട്ടുണ്ട് ഓൾറെഡി. എന്നാലും ഈ വെള്ളാരം കുന്നിലേറി അത് ഭയങ്കര ഐക്കോണിക് ആയിട്ട് നിങ്ങൾ പെർഫോം ചെയ്തൊരു പാട്ടാണല്ലോ. അതിന് പിന്നിൽ എന്തൊക്കെയാ നടന്നത്? അതിന് പിന്നിൽ സോങ് സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് പെർഫോമൻസ് വരെ എന്തൊക്കെയാ സംഭവിക്കാസങ്ങൾ? ഇങ്ങോട്ട് വരുമ്പോഴേ എന്നോട് പറഞ്ഞത് ആ പാട്ട് പാടരുത്. ആ പാട്ടിൽ അങ്ങനെ പ്രത്യേകിച്ച് അത് അവര് തന്ന സോങ് ആണ്. അവിടെ നിന്നുള്ള റെക്കമെൻഡേഷൻ. അതില് എന്തൊക്കെയാ ശ്രമകരമായിട്ടുണ്ടായിരുന്ന ഏരിയ ആ പാട്ടില്? അന്ന് ആക്ച്വലി 2 പാട്ടുണ്ടായിരുന്നു ആ ഷെഡ്യൂള്. അപ്പം ഒന്ന് മറ്റേ ഇംപ്രവൈസേഷൻ റൗണ്ട് ആയിരുന്നു. അപ്പൊ നമ്മള് കൂടുതൽ അറ്റൻഷൻ അതിന് കൊടുത്തു. അപ്പൊ നമ്മള് ആ പാട്ട് നമ്മൾ അങ്ങനെ കുറെ ഇരുന്ന് ഇങ്ങനെ കുത്തിയിരുന്ന് പാടിയിട്ടോ പ്രാക്ടീസ് ചെയ്തിട്ടോ ഒന്നുമില്ല. ഭയങ്കര എഫർട്ട് എടുത്തിട്ടുള്ള പാട്ട് പാടി. രണ്ടുപേരും പാടാൻ പറ്റുമോ? ഈ പാടാൻ വഴിയില്ലല്ലോ. കുട്ടി ഭയങ്കര നിഷ്കളങ്കയാണ്. വെള്ളാരം കുന്നിലേറി മുന്നാഴി പൂവു തേടി വിണ്ണോളം കൈനീട്ടി നിന്നതാരേ. ചിന്തെങ്ങിൻ പീലി വീശി നിന്നോളക്കാറ്റിലാടി കുന്നോളം സ്വപ്നങ്ങൾ നീരധാരേ. വാവ്, നൈസ് നൈസ്. ഇതാണ് നിങ്ങൾ മറ്റേ പാടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന പാട്ടെന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഇദ്ദേഹം പലപ്പോഴും പെർഫോം ചെയ്യുന്നത് കണ്ണാടി നോക്കിയിട്ടാണെന്ന് എങ്ങനെ പാട്ട് വീട്ടിലോ അല്ലെങ്കിൽ പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? ഞാൻ ഒത്തിരി ടൈം കേൾക്കും. പിന്നെ ഞാനിങ്ങനെ എനിക്ക് ഒരിടയ്ക്ക് നല്ല ടെൻഷനായിരുന്നു. അപ്പൊ ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ കട്ടിലിന് മുകളിൽ എന്തെങ്കിലും കുറച്ച് ഹൈറ്റുള്ള എന്തെങ്കിലും കയറി എന്നിട്ട് സ്റ്റേജ് ഒന്ന് ഇമാജിൻ ചെയ്യും. നമ്മൾ ആ സ്റ്റേജ് നിൽക്കുന്നതെല്ലാം ഇമാജിൻ ചെയ്തിട്ട് ഞാൻ കണ്ണടച്ച് ഇങ്ങനെ ഒന്ന് പാടാൻ ശ്രമിക്കും. അങ്ങനെ 2-3 പാട്ട് അങ്ങനെ
നോക്കി പാടിയിട്ടുണ്ട്. ഓക്കെ, അതാണ് കോൺഫിഡൻസ്. അത് കുറച്ച് എഫക്റ്റീവ് ആണ് എനിക്ക്. കാരണം ആ ഒരു സ്റ്റേജ് നമുക്ക് ഒന്ന് ഇമാജിൻ ചെയ്തിട്ട് പാടുമ്പോഴത്തേക്ക് അത് ആ ടെൻഷൻ ഒന്ന് കളയാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കുറെ പ്രാവശ്യം. അങ്ങനെ ടെക്നിക് ഉണ്ടോ എന്തെങ്കിലും? എനിക്ക് നേരെ തിരിച്ചാണ്. എനിക്ക് എല്ലാരെയും നോക്കി അങ്ങനെ നോക്കി പാടുമ്പോ എനിക്ക് ടെൻഷൻ കുറയും. മറ്റേ പാട്ടിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പാടുമ്പോ എനിക്ക് ചിലപ്പോ അവിടെ എവിടെയൊക്കെ തെറ്റിപ്പോകും. അതാണ് ഫുൾ 360 നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ജഡ്ജസിനെ ആണെങ്കിലും ജഡ്ജസിനെ നോക്കാൻ നമ്മള് TV കാണുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് തോന്നും ഇരിക്കുന്ന സീറ്റ്, പക്ഷെ അവർ അടുത്ത് തന്നെയാ. അതിനേക്കാളും മെന്റസ് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ നമ്മൾ ഓരോന്ന് പാടുമ്പോൾ മെന്റസ് വാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ശബ്ദമായിരിക്കും. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പാടുമ്പോ ഞാൻ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നോക്കി അങ്ങനെ അവര് കൈയടിക്കുക, എഴുന്നേറ്റ് നിൽക്കുക, അവര് ആവേശം കൊള്ള, അത് ഭയങ്കര ബൂസ്റ്റിംഗ് ആണ്. കുറച്ചുകൂടെ ചാർജ് ആവും, നന്നായിട്ട് പാടാം. സോളോ പാടുമ്പോഴേ പലപ്പോഴും ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള തമിഴ് പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടല്ലോ, പയ്യങ്കാർ വീട്ടാടകയൊക്കെ പാടിയിട്ടുണ്ടല്ലോ. അപ്പം തമിഴ് പ്രൊനൗൺസ് ചെയ്യുമ്പോ അതിനൊരു കൃത്യമായിട്ട് ഒതന്റിക് ആയിരിക്കണം. നമ്മള് മലയാളവും തമിഴും കൂടിയിട്ടുള്ള തമിഴാളം വരാൻ പാടില്ല, അതിൽ നിർബന്ധം ഉണ്ടാവാറുണ്ടോ? എനിക്ക് തമിഴില് എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സ് വരുന്ന ഭാഗം എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യമാണ്. ഈ കറക്റ്റ് ആയിട്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്യണല്ലോ വാക്ക്, ഡിക്ഷൻ കറക്റ്റ് ആയിരിക്കണം. അപ്പൊ ഇപ്പം തമിഴില് നമ്മൾ ഇവിടെ മലയാളത്തിൽ നമ്മൾ നേരം എന്ന് പറയുമ്പോ അവിടെ നേരം എന്ന് പറയും. എനിക്കങ്ങനെ കഴിഞ്ഞ പാട്ട് എന്നിയെ പൊന്നിരാവെ പാടിയപ്പോഴത്തേക്ക് ഒരു ലൈൻ അങ്ങനെ ഒരു ലൈനല്ല, കുറച്ച് ലൈൻസ് അങ്ങനെ ഈ നമ്മുടെ ഈ മലയാളം ആക്സെന്റ് കയറി, ലൈക്ക് ആ ഡിക്ഷൻ ഇങ്ങനെ കയറി. അപ്പൊ അങ്ങനെ അതാണ് മെയിൻ. അപ്പൊ അത് കറക്റ്റ് ചെയ്യാൻ അവിടെ ആളുടെ നമ്മൾ സ്വയം കറക്റ്റ് ചെയ്യണോ? അല്ല, അത് എന്നോട് എന്റെ മെന്റർ പറഞ്ഞു തന്നായിരുന്നു ഈ കാര്യം. നേരത്തെ തന്നെ പാടാൻ നമ്മള് ഗ്രൂമിങ് ടൈം തന്നെ പറഞ്ഞു തന്നായിരുന്നു, എടാ ഇങ്ങനെ പാടല്, നേരം തന്നെ പാടണം, അല്ലെങ്കിൽ അത് ചിത്രാമ്മയ്ക്ക് അറിയാലോ അതൊക്കെ കാര്യം, അവർക്ക് പെട്ടെന്ന് പിടിക്കും. അപ്പം അത് കറക്റ്റ് ആയിട്ട്. പക്ഷെ ഞാൻ കയറിയപ്പോഴത്തേക്ക് എന്റെ ടെൻഷൻ കൊണ്ട് ഞാൻ നേരം അങ്ങ് പാടി. പലപ്പോഴും ഈ പാട്ടുകൾ പാടുമ്പോഴേ ഓപ്പണിംഗ് ഭയങ്കര അടിപൊളിയായിരിക്കും. ഈ ഓപ്പണിംഗ് കേൾക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ കൃഷ്ണ പാടുന്ന ഓപ്പണിംഗ് എന്തായിരിക്കും അറിയാൻ വേണ്ടി മാത്രം താല്പര്യമുള്ള കുറച്ച് ആളുകളുണ്ട്. ഈ ഓപ്പണിംഗിന് മാത്രം ഒരു കയ്യടിയും കിട്ടുന്നുണ്ട്. ഈ പടത്തിലൊക്കെ നായകന്മാരെ കാണിക്കുന്ന ഒരു കയ്യടിയുണ്ട്. അതുപോലെ ഇതിനെ പറ്റി അവയറാണ്. ഓപ്പണിംഗ് ആണ് എന്റെ സ്ട്രോങ് ഏരിയ. അതെപ്പോഴാണ് കിട്ടിയത്? ഇപ്പൊ ഈ റീസെന്റ് ആയിട്ടുള്ള പാട്ടുകൾക്കാണ് ഞാൻ ഓപ്പണിംഗ് നന്നാക്കാൻ തുടങ്ങിയത്. മറ്റേത് എനിക്ക് ലാസ്റ്റിലേക്കൊക്കെ ആകുമ്പോഴാണ്, ഒരു ചരണമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഭയങ്കര വാമപ്പ് ആവും, നമ്മൾ ശബ്ദം പാടി ആവുമല്ലോ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ റിഹേഴ്സൽ ഉണ്ടാവും, റിഹേഴ്സലിന് കുറെ അങ്ങ് പാടും. അപ്പൊ നമ്മൾ താനെ വാമപ്പ് ആയിക്കോളും, തുറക്കും, എന്നിട്ട് ടേക്ക് തുടങ്ങും. അപ്പൊ ഇപ്പോഴാണ് എനിക്ക് ആ ടെക്നിക്ക് പിടികിട്ടിയത്. ഓപ്പണിംഗ് ആണ് നമ്മുടെ പ്രധാനപ്പെട്ട ഏരിയ. ഈ അയ്യങ്കാർ വീട്ടുകാരൊക്കെയാണോ പാടുക, അതോ എന്നിനെ പോയി എന്നില്ല, ഏതാ പാടാൻ എളുപ്പം? ഇപ്പൊ എന്നിനെ പൊന്നലേ പാടാം. ഓക്കെ, ശരി ശരി. பன்னீரை தூவும் மழை, ஜில்லென்ற காற்றின் அலை, சேர்ந்தாடும் இந்நேரமே, என் நெஞ்சில் என்னென்னவோ வண்ணங்களாடும் நிலை, என் ஆசை உன்னோரமே, வெண்ணீலவானில் அதில் என்னென்ன மேகம், ஊர்கோலம் போகும் அதனுள்ளாடும் தாகம், புரியாதோ எண்ணமே அன்பே, என் இனிய பொன் நிலாவே, പൊൻ നിലവിലൻ കനാവേ. ഈ വാരണമായത്തിന്റെ ഒരു സീനുണ്ട്, ഈ സൂര്യ എന്ന് വെച്ചിട്ട് ഇങ്ങനെ അച്ഛനും മകനും സൂര്യ തന്നെയാണ്, അതിങ്ങനെ പാടിക്കൊടുക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. എനിക്ക് അതൊക്കെ ഓർമ്മ വന്നു. ബ്യൂട്ടിഫുൾ, അടിപൊളി.